Hi my dear students, last class ഞാൻ നിങ്ങൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സ് പറഞ്ഞു തന്നു. റിംഗ്, ഡിസ്ക്, സോളിഡ് സ്ഫിയർ, ഹോളോസ്ഫിയർ, ലാമിന, പ്ലെയിൻ ലാമിന, ട്രയാങ്കുലർ ലാമിന. NCERT ബുക്ക് വായിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി അതെല്ലാം നിങ്ങളുടെ മെമ്മറിയിലുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. നിങ്ങൾക്ക് ചില ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ പ്രോബ്ലംസും നമ്മളിവിടെ ചെയ്യില്ല, കമ്പൈൻഡ് ചെയ്യാൻ ഡിസ്കഷനിലേ ചെയ്യുള്ളൂ. കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, 3 particles ഓഫ് മാസ് m gram. അപ്പോൾ എല്ലാവരുടെയും മാസ് m ആണ്. 3 പാർട്ടിക്കിൾസ് ഉണ്ട്. പാർട്ടിക്കിൾ നമ്പർ 1, പാർട്ടിക്കിൾ നമ്പർ 2, പാർട്ടിക്കിൾ നമ്പർ 3. 3 പേരുടെ എന്ത് സെയിം ആണ്? മാസ് സെയിം ആണ്. സിറ്റുവേറ്റഡ് അറ്റ് ദ വെർട്ടീസസ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. തന്നിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓ സൈഡ് എൽ ഇത് പറഞ്ഞിട്ടുണ്ട്, എൽ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് എൻ ആക്സിസ് AX. ഇപ്പോൾ ഏത് ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കാണേണ്ടത്? ഇതാണ് A എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് X എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്. ഈ എൻറ്റയർ സെറ്റപ്പ് ഇങ്ങനെ കറങ്ങുന്നു. ഈ ലൈനിനെ ബേസ് ചെയ്ത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? പെർപെൻഡിക്കുലർ ടു AB. അപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ആക്സിസ് AX, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു AB. പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് AB ഈ ലൈനാണ്, അതിന് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ ഓഫ് ABC. പ്ലെയിൻ ഓഫ് ABC ബോർഡിൻ്റെ പ്ലെയിൻ തന്നെ. ദെൻ എന്താണ് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണല്ലോ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബോഡി. അയാളെ നമുക്ക് 1 എന്ന് വിളിക്കാം. 1 ഫസ്റ്റ് ബോഡി. മാസ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഫിയറോ സോളിഡ് സ്ഫിയറോ ഹോളോസ്ഫിയർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു പോയിൻ്റ് മാസാണ്. നോക്കൂ, അതിലൂടെ തന്നെ ഒരു ആക്സിസ് കടന്നു പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ ആ പോയിൻ്റ് ഒബ്ജക്റ്റിലൂടെ തന്നെയല്ലേ ആക്സിസ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സൈസ് വളരെ നെഗ്ലിജിബിൾ ആയത് കാരണം അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്താക്കിയെടുക്കും? കമോൺ പറയൂ, നിങ്ങൾ എന്തായിട്ട് എടുക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 1 നമുക്കതിന് I1 എന്ന് എഴുതാം. I1 ഈസ് അപ്രോക്സിമേറ്റ്ലി 0. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ 0 എന്ന് പറഞ്ഞോ, നോ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 0 ആണ്. കാരണം ആക്സിസ് കടന്നു പോയത് ആ ബോഡിയിലൂടെ തന്നെയാണ്. ബോഡി എന്ന് പറയുമ്പോൾ പോയിൻ്റ് മാസ് ആണല്ലോ. ദെൻ സെക്കൻഡ് മാസിലോട്ട് വരാം. ദാ 2 എന്ന് പറഞ്ഞാൽ മാസ് ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. അയാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ഇങ്ങനെ കറങ്ങി ഈ ആക്സിസിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്സിസിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പോയി വരുന്നു, വീണ്ടും വരുന്നു, വീണ്ടും കറങ്ങുന്നു, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങുമ്പോൾ അയാൾ കറങ്ങുന്നത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? L ഡിസ്റ്റൻസ് അകലെ. കാരണം ട്രയാങ്കിളിൻ്റെ സൈഡ് L ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? I2 ഈസ് ഈക്വൽ ടു വെറും ഒരു പോയിൻ്റ് മാസാണ്. സോ mr², ഹിയർ ml². എന്തുകൊണ്ടാണ് ml²? നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഇക്വേഷൻ പോയിൻ്റ് മാസിന് mr² ആണ്. ഇവിടെ r വരെ L ഡിസ്റ്റൻസ് വരുന്നു. സോ ml². ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ആളിലേക്ക് വരാം. I3 എന്ന് പറയുന്ന ആളിതാ മുകളിലിരിക്കുന്നു. ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, അയാളും ഒരു പോയിൻ്റ് മാസ് തന്നെയാണ്. മറ്റ് 2 പേരെ പോലെ തന്നെ അയാളും ഒരു പോയിൻ്റ് മാസാണ്. അയാളിരിക്കുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കൂ. ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരച്ചാൽ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുന്ന മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? അത് L/2 അല്ലേ വരുന്നത്? കാരണം നിങ്ങൾക്കറിയാം, ഈ സൈഡ് L ആണ്, ഇത് ബൈസെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് L/2 അല്ലേ? അപ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? mr². അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ m ഇൻറ്റു L/2 ഓൾ സ്ക്വയർ. സോ I3 ഈസ് ഈക്വൽ ടു ml² ഡിവൈഡഡ് ബൈ 4, L/2 ഓൾ സ്ക്വയർ. ഇപ്പോൾ 3 പേരുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടി. ഇനി ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. കമോൺ, നിങ്ങൾ ആൻസർ ചെയ്യൂ. യെസ്, I ഈക്വൽ ടു ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ഹിയർ I1 ഈസ് 0. ദാ 0. സെക്കൻഡ് വൺ ml². ഓക്കെ, തേർഡ് വൺ ml² ബൈ 4. അപ്പോൾ നിങ്ങൾ ടോട്ടൽ പറയൂ. ml² ബൈ 4. ml² കോമൺ ആണ്. ml² ഇൻറ്റു 1 പ്ലസ് 1/4. 1 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 5/4. സോ യുവർ ആൻസർ ഈസ് 5/4 ml². അപ്പോൾ ആൻസർ നിങ്ങൾ 5/4 ml² എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആക്സിസ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്യണം.
ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ആക്സിസ്. അതായത് AX എന്ന് പറഞ്ഞ ആക്സിസിനെ ബേസ് ചെയ്ത് സിസ്റ്റം റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 5/4 ml² ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്വസ്റ്റനിൽ ചെറിയൊരു മാറ്റം വരുത്തട്ടെ ഞാൻ. സെയിം ഫിഗർ തന്നെ, പക്ഷേ ആക്സിസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഇതാ ഞാൻ ആക്സിസ് എങ്ങനെ ചൂസ് ചെയ്യുന്നു? ഇത് ആക്സിസ് ആക്കി എടുക്കാം. ഏത്? ഇത് ആക്സിസ് ആക്കി എടുത്താലോ. അതായത് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇയാളെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ 1 എന്നും ഇയാളെ 2 എന്നും ഈ മാസിന് 3 എന്നും എടുക്കുന്നു. പറയും നിങ്ങൾ, ഈ പ്രോബ്ലത്തിൽ I1 എന്തായിരിക്കും? I1 അതായത് ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, നമ്മൾ അത് തന്നെയല്ലേ ആക്സിസ്. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 0. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 0 എന്ന് എഴുതാം കേട്ടോ, നോ ഇഷ്യൂ. അതുപോലെ തന്നെ ഇതാ 2 എന്ന് പറയുന്ന ആളെ ബേസ് ചെയ്ത് പറയുമ്പോൾ ആക്സിസ് അതിലൂടെ തന്നെയല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിപ്പോയി? 0 ആയിപ്പോയി. I2 0. ഓക്കെ, ഇനി 3ലേക്ക് വരാം. 3 എന്ന് പറയുന്ന ആളിതാ ഇവിടെ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് അകലല്ലേ കറങ്ങുന്നത്. ഓക്കെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I3 mr² എന്ന് വരും അല്ലേ. R എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എളുപ്പമല്ലേ? കാരണം ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോളൂ, നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ഞാനൊന്ന് ഡിറൈവ് ചെയ്ത് തരാം. തീറ്റ. അപ്പോൾ ആ ട്രയാങ്കിളിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്, അഡ്ജസ്റ്റൻറ്റ് സൈഡ് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ടാൻ തീറ്റയോ കോസ് തീറ്റയോ സൈൻ തീറ്റയോ. അല്ലെങ്കിൽ നമുക്കിതറിയാം, ഓപ്പോസിറ്റ് സൈഡ് അറിയാം, കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടനസ് അറിയാം. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഉപയോഗിക്കാം അല്ലേ. സൈൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് R ബൈ ഹൈപ്പോട്ടനസ് L. ഓക്കെ, ഈ ആംഗിൾ എല്ലാവർക്കും അറിയാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ സൈൻ 60 വരും അല്ലേ. 60 ഡിഗ്രി അല്ലേ ആംഗിൾ വരുന്നത്. സൈൻ 60 = R ബൈ L. സോ R L സൈൻ 60. അങ്ങനെയാണെങ്കിൽ R L √3/2. കാരണം എല്ലാവർക്കും അറിയാം സൈൻ 60 √3/2. അപ്പോൾ നമുക്ക് I3 എന്താ വരിക? I3 m √3/2 L the whole square. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എല്ലാം കൂടെ ആഡ് ചെയ്യണ്ടേ. ഫസ്റ്റ് ടേം 0, സെക്കൻഡ് ടേം 0, തേർഡ് എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ചെയ്തു, ന്യൂമറേറ്ററിൽ 3 ml² ബൈ ഡിനോമിനേറ്ററിൽ 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 3 ml²/4 ആണ് ആൻസർ. നേരത്തെ നിങ്ങൾക്ക് കിട്ടിയത് 5/4 ml² അല്ലേ. ഇത് ആൻസർ 3/4 ml². എപ്പോഴാണ് 3/4 ml² ആൻസർ വരുന്നത്? നിങ്ങൾ ഇത് ഒരു സൈഡ് തന്നെ ആക്സിസ് ആക്കി എടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുമ്പോൾ എന്ത് മാറുന്നു? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. അതായത് ആക്സിസുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു പോസിബിലിറ്റി പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. വേറൊരു പോസിബിലിറ്റി നോക്കും. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നു. ഇതാണ് ആക്സിസ്. ഞാനിവിടെ ABC കൊടുത്തിട്ട് ഞാനിവിടെ D എന്ന് കൊടുക്കുന്നു. അപ്പോൾ AD ആണ് ആക്സിസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഇയാളെ 1 എന്നും ഇയാളെ 2 എന്നും ഇയാളെ 3 എന്നും എടുക്കാം. അപ്പോൾ ആക്സിസ് ക്ലിയർ ആണല്ലോ. AD ഈസ് ദ നോട്ട് AD, ഈ പോയിന്റ് ഏതായിരുന്നു? C ആണ് അല്ലേ. അപ്പോൾ CD ഈസ് ദ ആക്സിസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ചെയ്തതുപോലെ പോവുകയാണെങ്കിൽ നമുക്ക് I1 I1 എന്ന് പറയുമ്പോൾ ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഇയാൾ ഈ ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണ് ഇരിക്കുന്നത്? m കമോൺ L/2. കാരണം ടോട്ടൽ സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടല്ലോ L ആണെന്ന്. അപ്പോൾ ടോട്ടൽ ലെങ്ത് L ആണല്ലോ, അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് അല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ m L/2 all square that is equal to ml² divided by 4 അല്ലേ. അതുപോലെ I2 എന്ന് പറയുമ്പോൾ അതും എന്ത് തന്നെ വരും? ml²/4 തന്നെ വരും. കാരണം അയാളും ഈ ബോഡിയും ഈ ആക്സിസിൽ നിന്നും എത്ര അകലത്തിലാണ്? L/2 ഡിസ്റ്റൻസ് അകലെയാണല്ലോ. അപ്പോൾ അയാളുടെ ml²/4 തന്നെ വരും. മൂന്നാമത്തെ ആളിലേക്ക് വരൂ. ഇവിടെ I3 എന്തായിരിക്കും? I3 ഈസ് അപ്രോക്സിമേറ്റ്ലി 0. കാരണം ആ ബോഡിയിലൂടെയാണ് നമ്മൾ ആക്സിസ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ എന്ത് വരും? I is equal to 1/4 ml² plus 1/4 ml². That is equal to ml²/2. 1/4 plus 1/4 1/2 ml²/2. അപ്പോൾ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ml²/2 വരാം.
ഏതാണ് ആക്സിസ്? ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത് ആരാ? മീഡിയൻ അല്ലേ? മീഡിയനിലൂടെ പോകുന്നു. അപ്പോൾ ആക്സിസ് മീഡിയനിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ml²/2 ആണ്. അപ്പം ഞാൻ വൺസ് അഗെയിൻ പറയുന്നു, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ക്ലിയർ അല്ലേ? ഇതാ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ തന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ 3 പോയിൻ്റ് മാസസ് ആയിരുന്നല്ലോ, ഇപ്പോൾ 3 റോഡുകളാണ് ഞാൻ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 3 റോഡ്സ്. നോക്കൂ, 3 ഐഡൻറ്റിക്കൽ റോഡ്സ്. Three identical rods, each of mass m, of length L, are joined to form a equilateral triangle. This is the triangle. Okay? To form an equilateral triangle, find the moment of inertia of the triangle about one of its sides. Find the moment of inertia of the triangle about one ഓഫ് ഇറ്റ്സ് സൈഡ്സ്. അപ്പോൾ നമുക്കറിയാം 3 സൈഡ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ആക്സിസ്, ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് എന്താക്കി എടുക്കാം? ആക്സിസ് ആയിട്ട് എടുക്കാം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ചൂസ് ചെയ്യും. ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചോളൂ. ഈ ആക്സിസിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്. എ ബി ഇതാണ് ആക്സിസ്, ഇതിനെ ബേസ് ചെയ്താണ് കറങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് റോഡ് നമ്പർ 1, ഇത് റോഡ് നമ്പർ 2, ഇത് റോഡ് നമ്പർ 3. 3 റോഡുകളാണ്. ഐഡൻറ്റിക്കലാണ്, 3 പേർക്കും ഒരേ മാസാണ്, 3 പേർക്കും ഒരേ ലെങ്ത് ആണ്. ദെൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ദെൻ ഇനി നോക്കൂ നിങ്ങൾ, ഇതിൽ ഫസ്റ്റ് വൺ, ഈ റോഡ് ഉണ്ടല്ലോ, എ ബി എന്ന് പറയുന്ന റോഡ്. എ ബി എന്ന് പറയുന്ന റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയായിരിക്കും? ഇത് കണ്ടോ നിങ്ങൾ? ആക്സിസിലൂടെ തന്നെയല്ലേ, അതായത് ആ ലെങ്ത്തിന് പാരലായിട്ടാണല്ലോ ആക്സിസ്, ബോഡിയിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, വെരി വെരി തിൻ റോഡാണെങ്കിൽ ഈ ആക്സിസിൽ നിന്നും ഈ മാസ് പാർട്ടിക്കിൾസ് എല്ലാം വെരി വെരി ക്ലോസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റോഡിന് പാരലായിട്ടുള്ള ഈ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I1 അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതാണ് റോഡെങ്കിൽ നിങ്ങളൊരു ആക്സിസ് ഇങ്ങനെ ചൂസ് ചെയ്താൽ, അതിലൂടെ തന്നെ ഒരു ആക്സിസ് നമ്മൾ ചൂസ് ചെയ്താൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ഓർമ്മിച്ച് വെച്ചോളൂ. ഓക്കെ, ദെൻ നമുക്ക് ഈ 2ലേക്ക് വരാം. 2 എന്ന് പറയുമ്പോൾ ഞാനിതാണ് ആക്സിസ് ആണല്ലോ, ഇങ്ങനെയാണ് റോഡ് നിൽക്കുന്നത്. 2 എന്ന് പറഞ്ഞ റോഡ് ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഈ മാറ്റി വരച്ചിരിക്കുന്നത്, ഇവിടേക്ക് വരച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു ഇഷ്യൂ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ആക്സിസ് എങ്കിൽ ഈ ലെങ്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ല. ഇങ്ങനെ വന്നാലുള്ള എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? യു ഇമാജിൻ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 കമ്പോണൻസ്. ഇത് L ആണ്, അതുപോലെ ഈ ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് L sin 60 ആണല്ലോ, അതുപോലെ തന്നെ ഇത് L cos 60 ആണല്ലോ. അങ്ങനെ റിസോൾവ് ചെയ്തു എന്ന് ഇമാജിൻ ചെയ്യൂ. ദെൻ നോക്കൂ, ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ, അതായത് L cos 60 എന്ന് പറഞ്ഞ ലെങ്ത് ആക്സിസിന് പാരലൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ആരെ മാത്രം കൗണ്ട് ചെയ്താൽ മതി? ഈ ലെങ്ത് മാത്രം കൗണ്ട് ചെയ്താൽ മതി. അതാണ് നമ്മളിവിടെ ഇക്വിവാലന്റ് ഡയഗ്രാമായി വരച്ചിരിക്കുന്നു. അതായത് ഈ ലെങ്ത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ നമ്മൾ L sin 60 മാത്രം എടുത്താൽ മതി. അതായത് ഇയാളെ നമ്മൾ ഇവിടേക്കുമായി റിസോൾവ് ചെയ്തു. ഈ ലൈൻ എന്ന് പറയുമ്പോൾ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കുന്നു. ദെൻ ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ടുള്ള L sin 60 മാത്രം എടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ടാമത്തെ റോഡ്, അതായത് അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I2 ഈസ് ഈക്വൽ ടു, കമോൺ, 1 എൻഡിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്താലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാ? യെസ്, m ഇൻറ്റു L sin 60 ഓൾ സ്ക്വയർ ബൈ 3. നിങ്ങൾക്കറിയാം 1 എൻഡിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്താൽ ml²/3 ആണെന്ന്. ഇവിടെ L എന്ന് പറഞ്ഞ ലെങ്ത്തിനെ നിങ്ങൾ L cos 60യും L sin 60യുമായിട്ട് റിസോൾവ് ചെയ്തു. അതിൽ ഏത് കമ്പോണൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളൂ? 1 എൻഡിനെ ബേസ് ചെയ്തായതുകൊണ്ട് ml²/3. പക്ഷേ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, അതായത് ഈ ലെങ്ത്ത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അത് കിട്ടി അല്ലേ? ml sin 60 ഓൾ സ്ക്വയർ ബൈ 3.
ഓക്കെ. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? I3 മൂന്നാമത്തെ ആളുണ്ടല്ലേ. I3 എന്ന് പറയുമ്പോൾ ഈ റോഡിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയല്ലേ ഇയാളും. അതായത് ഇവിടെ നോക്കൂ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ചു, ആക്സിസ് വരച്ചു, ഇതാ ഇങ്ങനെ നിൽക്കുന്നു റോഡ്, അതായത് ഈ 3 എന്ന് പറഞ്ഞ റോഡ് കേട്ടോ, ഇതാ ഇയാളെ ഞാനിതാ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ആക്സിസിന് പാരലാണ്. അപ്പോൾ നമ്മൾ അയാളെ ഒഴിവാക്കി. പിന്നെ ഈ ലെങ്ത് മാത്രം എടുത്താൽ മതി. അതാണ് ഈ കാണുന്നത് L sin 60. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I3 എന്ന് പറയുമ്പോഴും m ഇൻറ്റു എന്ത് തന്നെ വരുന്നു? L sin 60 ഓൾ സ്ക്വയർ ബൈ 3. എന്തുകൊണ്ടാണ് ബൈ 12 എടുക്കാത്തത്, 3 എടുത്തത്? 12 എടുക്കുന്നത് എപ്പോഴാണ്? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആണ്. ഇവിടെ ആക്സിസ് പാസിംഗ് ത്രൂ വൺ എൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈ 3 എടുക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? സിംപ്ലി നിങ്ങൾ 3 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നെറ്റ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I is equal to I1 plus I2 plus I3 അല്ലേ? അപ്പോൾ ഇവിടെ ഇൻ ഷോർട്ട് ഞാനിങ്ങനെ പറഞ്ഞു തരാം. ഇതാണ് ആക്സിസ് എങ്കിൽ ഈ റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ഇയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ L sin 60 ഓൾ സ്ക്വയർ ബൈ 3. അതുപോലെ തന്നെ അടുത്ത ആളെ അത് തന്നെയാണ് വാല്യൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ സിംപിളി ആഡ് ചെയ്താൽ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് ML സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആ പ്രൊസീജിയർ ക്ലിയർ ആയല്ലോ അല്ലേ? റോഡിൻ്റെ ലെങ്ത്ത് എങ്ങനെ വരുന്നു? ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നിങ്ങൾ ആ റോഡിൻ്റെ ലെങ്ത്തിനെ ആക്സിസിന് പാരലലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും റിസോൾവ് ചെയ്യണം. അതിൽ പാരലൽ കമ്പോണൻറ്റ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് നമ്മൾ അയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നെഗ്ലക്റ്റ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ലെങ്ത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ 1 എൻഡിനെ ബേസ് ചെയ്ത് കാണുമ്പോൾ ML സ്ക്വയർ ബൈ 3 എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ L sin 60 ഓൾ സ്ക്വയർ ബൈ 3 എന്ന് എടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. യെസ്, സെയിം അറേഞ്ച്മെൻറ്റ്. ഞാൻ ആക്സിസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒന്ന് മാറ്റുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ തരാം ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ഇതാണ് ആക്സിസ് എന്ന് വിചാരിച്ചു. അതായത് ആ ട്രയാങ്കിളുടെ മീഡിയനിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ. ഇങ്ങനെ വന്നാൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ദിസ് ഈസ് നമ്പർ 1, ദിസ് ഈസ് നമ്പർ 2, ദിസ് ഈസ് നമ്പർ 3. 3 റോഡുകളുണ്ട്. അപ്പോൾ ഇതല്ല കേട്ടോ സൊല്യൂഷൻ. ഇത് കഴിഞ്ഞ ചെയ്തതിൻ്റെ സൊല്യൂഷനാണ്. അത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇനി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇയാൾ 1 ആണെങ്കിൽ ഈ റോഡിനെ നോക്കൂ. ഈ റോഡ്, ഫസ്റ്റ് റോഡ്, അയാളെ മാത്രം ഫോക്കസ് ചെയ്യും നിങ്ങൾ. അയാളെ മാത്രം ഫോക്കസ് ചെയ്താൽ അയാൾ ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെയല്ലേ പാസ് ചെയ്തത്? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. നിങ്ങൾ പറയൂ, എന്താണ് നമുക്ക് കിട്ടുന്നത്? അയാളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I1 ഈസ് ഈക്വൽ ടു ML സ്ക്വയർ ബൈ 12. എന്തുകൊണ്ടാണ് ML സ്ക്വയർ ബൈ 12? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ്. അയാളുടെ കണ്ടുപിടിക്കുമ്പോൾ മറ്റ് റോഡുകളെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കേട്ടോ. ദെൻ നമുക്ക് സെക്കൻഡിലോട്ടും തേർഡിലോട്ടും വരാം. ഈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്? ആണല്ലോ. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ആണല്ലോ. കാരണം ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇയാളെ നിങ്ങൾ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ വൈറ്റ് ലൈൻ, അതും ആക്സിസും പാരലാണല്ലോ. അപ്പോൾ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് ലെങ്ത്. പക്ഷേ ഇയാളെക്കുറിച്ച് ബോദർ ചെയ്യണം. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ലെങ്ത് L ആണെങ്കിൽ ഇതാരാണ്? L sin 60 ആണല്ലോ. L sin 60 ഡിഗ്രി. സോറി L sin, ഒന്നുകൂടെ പറയാട്ടോ. നോക്കൂ, ഇതാണ് ആക്സിസ്. നമ്മൾ ആരെയാണ് റിസോൾവ് ചെയ്യുന്നത്? ഇയാളല്ലേ. ഇയാളേതാ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ്, ഇത് L ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് L എന്തായിരിക്കും? കമോൺ, സൈൻ 30 ആണ് അല്ലേ? സൈൻ 30 ആണ്. ഈ സൈഡാണ്, ഇതാണ് L കോസ് 30 വരുന്നത് അല്ലേ? പക്ഷെ നമുക്ക് ആരെ വേണ്ട? ആക്സിസിന് പാരലായിട്ടുള്ള ലെങ്ത് ആവശ്യമില്ല. നമുക്ക് ആരെ ആവശ്യമുള്ളൂ? പെർപെൻഡിക്കുലർ ലെങ്ത്. അപ്പോൾ I2 എന്ന് പറയുമ്പോൾ I2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു, കമോൺ, നോക്കൂ, ഇതല്ലേ ആക്സിസ്. അപ്പോൾ ഈ ലെങ്ത് എടുക്കണം. L സൈൻ 30 ഓൾ സ്ക്വയർ ബൈ 3. എന്തുകൊണ്ടാണ് ബൈ 3? 1 എൻഡിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇയാളെ ഞാൻ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു.
അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ നോക്കൂ, ഈ ലെങ്ത് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് അത് പോയി. പിന്നെ നേരത്തെ പോലെ ഇയാൾ മാത്രം വരും. അയാളുടെ എത്രയാണ് വരുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ ലെങ്ത് എത്രയാണ് വരുന്നത്, L sin 30 എന്നല്ലേ വരുന്നത്. അപ്പോൾ I3 എന്ന് പറയുമ്പോൾ I3 ഈസ് ഈക്വൽ M ഇൻറ്റു L sin 30 ഓൾ സ്ക്വയർ ബൈ 3 എന്ന് വരും. ഇനി നേരത്തെ ചെയ്തതുപോലെ 3 മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യസും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ പുതിയ പുതിയ ആക്സിസുകൾ തരാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എളുപ്പമല്ലേ? ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തിനാ അറിയോ? ആക്സിസ് മാറിയാൽ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ മാറുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കേസ് പറയട്ടെ ഞാൻ. ഓക്കെ, ഇതാ ആക്സിസ് ഇങ്ങനെ പാസ് ചെയ്തു. ഇതാണ് ആക്സിസ് ഇങ്ങനെ കേട്ടോ. അതായത് ഇങ്ങനെ നിൽക്കുന്ന ആക്സിസ് പെർപെൻഡിക്കുലർ അല്ലേ? അതെ. ആക്സിസ് പാസിംഗ് ത്രൂ എ, ആക്സിസ് പാസിംഗ് ത്രൂ എ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ട്രയാങ്കിൾ, പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ട്രയാങ്കിൾ. പറയട്ടെ, ഓരോന്നോരോന്നായിട്ട് പറയാട്ടോ. ഇയാളെ ഞാൻ സെയിം പ്രൊസീജിയർ, ഇയാൾ 1 ആണ്, ഇയാൾ 2 ആണ്, ഇയാൾ 3 ആണ്. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, 1 2 3 ആക്സിസ് ഇതാ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. കറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആക്സിസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ റോഡുണ്ടല്ലോ, ആ റോഡുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഈ ലെങ്ത്ത് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, ആക്സിസ് ഇങ്ങനെ ആയതുകൊണ്ടേ ആക്സിസ് ഇങ്ങനെ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ഈ ലെങ്ത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി ആണോ? അല്ല. സി ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ലെങ്ത് അല്ലേ? നോക്കൂ, അതെ ഉണ്ടോ? ഈ ആംഗിളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ I1 ഈസ് ഈക്വൽ ടു ML സ്ക്വയർ ബൈ 3. ഇവിടെ നിങ്ങൾ റിസോൾവ് ചെയ്യൊന്നും വേണ്ട, കാരണം ആക്സിസ് ഇതാണ്. ആ ആക്സിസ് ഈ ലെങ്ത്തിന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് 1 എൻഡിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ കാണുമ്പോൾ മറ്റ് 2 നിങ്ങൾ അങ്ങ് എന്ത് ചെയ്ത് കളഞ്ഞോളൂ, അങ്ങ് വാനിഷ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഈ ഒരു റോഡ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ ആ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണല്ലോ. ദെൻ നമുക്ക് I2 എടുക്കാം. I2 എന്ന് പറയുമ്പോൾ I2 എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, ഇതാണ് ആക്സിസ്. ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് അഗെയിൻ പെർപെൻഡിക്കുലർ അല്ലേ? ഡോണ്ട് ബോദർ അബൌട്ട് ദിസ് ആംഗിൾ. ഹിയർ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസ് ആ ലെങ്ത്തിനും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ B എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ AB എന്ന് പറഞ്ഞ ലൈനും എങ്ങനെയായിരിക്കും? AB എന്ന് പറഞ്ഞ ലൈനും അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യയും ML സ്ക്വയർ ബൈ 3 തന്നെ വരുന്നു. സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ അയാളെക്കുറിച്ച് മാത്രം ബോധർ ചെയ്താൽ മതി, മറ്റുള്ള 2 പേരെ നോക്കണ്ട. ഓക്കെ, ദെൻ ലാസ്റ്റിലോട്ട് വരൂ. ഇതാണല്ലോ ആക്സിസ്. ഓക്കെ, ഈ ആക്സിസിനെ ബേസ് ചെയ്ത് ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യയാണ് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ ആൾ കുറച്ച് പ്രശ്നം അത് നോക്കൂ. ഇവിടെ നിന്നും ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? നമ്മൾ കുറച്ച് മുന്നേ ചെയ്തതാണ്. ട്രയാങ്കിളിൻ്റെ മീഡിയൻ അല്ലേ അത്? 3 സൈഡ് L ആണെങ്കിൽ ഇത് √3/2 L എന്നല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? √3/2 L. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതൊരു റോഡാണ്. ഒരു പോയിന്റ് മാസ് ആയിരുന്നെങ്കിൽ ചുമ്മാ നിങ്ങൾ M ഇൻറ്റു √3/2 L ഹോൾ സ്ക്വയർ എടുത്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ പറ്റില്ല, കാരണം എന്തല്ല, പോയിന്റ് മാസ് അല്ല, ഒരു റോഡാണ്. അപ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ കിട്ടാൻ പാരലായിട്ട് നിങ്ങൾ ഇവിടെ ഒരു ആക്സിസ് ചൂസ് ചെയ്യൂ. എടുത്തിട്ട് ഈ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ എന്ത് വരണമായിരുന്നു? ഈ ആക്സിസിൽ റിവോൾവ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, കാരണം അയാളുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസ് ആണത്. ഈ ആക്സിസിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഴ്ഷ്യ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളത് ICM പ്ലസ് M ഇൻറ്റു അവിടേക്കുള്ള അകലെ 6 ആണെങ്കിൽ MR സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ I3 ഈസ് ഈക്വൽ ടു ICM എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ML സ്ക്വയർ ബൈ 12 ആണ്. കാരണം ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ അല്ലേ?
അപ്പോൾ അത് കിട്ടി. പക്ഷേ നമുക്ക് അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നമുക്ക് ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ സെൻറ്റർ ഓഫ് മാസിലൂടെ പോണ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്, പാരലൽ ആക്സിസ് തിയറം എന്ന് പറയും അല്ലേ. അപ്പോൾ ml² / 12 പ്ലസ് എം ഇൻറ്റു കമോൺ ആറിന് പേര് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, √3/2 L ദ ഓൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. ഇനി ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സെയിം പ്രൊസീജിയർ, 3 കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം ആണോ. അപ്പോൾ ഈ കേസിൽ തന്നെ നിങ്ങൾ കേസുകൾ മാറുമ്പോൾ, അതായത് നമ്മൾ ആക്സിസ് ചൂസ് ചെയ്യുന്നത് മാറുമ്പോൾ എന്ത് മാറുന്നുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു ആക്സിസ് ഒന്ന് പറയൂ നിങ്ങൾ. ഫസ്റ്റ് കേസിൽ നമ്മൾ ആക്സിസ് ഇങ്ങനെ എടുത്തു അല്ലേ, റിസൾട്ട് ഓർമ്മയുണ്ടല്ലോ, അതാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ആക്സിസ് എങ്ങനെ ചൂസ് ചെയ്തു, ഇങ്ങനെ എടുത്തു, വേറെ ആൻസറാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഞാനെടുത്ത ആക്സിസ് ഇതാ ഇങ്ങനെ എടുത്തു, ആക്സിസ് പാസിംഗ് ത്രൂ എ പോയിൻ്റ് എ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദ ട്രയാങ്കിൾ. റിസൾട്ട് മാറിയത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത് ഇവിടെ, ഞാൻ വീണ്ടും പറയണം. അതായത് ഇങ്ങനെയായിരുന്നു ട്രയാങ്കിൾ, ഇതാ ഇങ്ങനെയാണ് ട്രയാങ്കിൾ, എന്നിട്ട് ഇതാണ് ആക്സിസ് എങ്കിൽ ശരിയാണ്, നമ്മളിവിടെ ഈ ലെങ്ത്തിനെ ഇതാ പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും റിസോൾവ് ചെയ്യണം. അതുപോലെ ഇയാളെ നമ്മൾ ഇവിടേക്കും അതുപോലെ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യണം. പക്ഷേ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കേസിൽ ആക്സിസ് ഇതിലൂടെയല്ലേ പാസ് ചെയ്തത്, ഇങ്ങനെയല്ലേ പാസ് ചെയ്തത്. ആ ആക്സിസ് ഈ ലെങ്ത്തിനും എന്തായിരുന്നു, പെർപെൻഡിക്കുലർ ആയിരുന്നു. അതുകൊണ്ട് ഫർദർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആയല്ലോ. അതായത് ഈ ആക്സിസും ഇതും തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും 60 ഡിഗ്രി അല്ല, ഈ ആക്സിസും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ, റിങ്സ് ആണ് കേട്ടോ. 3 rings. 3 rings, each of mass m, radius r, are arranged as shown in figure. Moment of inertia of the system about the axis x dash. Come on, ഏതാ x dash? ഇതാണല്ലേ ആക്സിസ്, ഇതാണ് ആക്സിസ് x dash. അപ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റം റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ ഞാൻ 1 എന്നും ഇയാളെ 2 എന്നും ഇയാളെ 3 എന്നും എടുക്കാം. കുഴപ്പമില്ലല്ലോ. 3 റിംഗ് ആണ്, യൂണിഫോം റിംഗ് ആണ്. മാസ് ഓഫ് ഈച്ച് റിംഗ് ഈസ് m ആൻഡ് റേഡിയസ് ഓഫ് ഈച്ച് റിംഗ് ഈസ് r. എല്ലാം ഗിവൺ. ഓക്കെ, 1നെ കുറിച്ച് പറയാം. I1. വാട്ട് അബൌട്ട് I1? I1 ഈസ് ഈക്വൽ ടു I1 എന്ന് പറയുമ്പോൾ ഈ റിങ്ങിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതാ നോക്കൂ നിങ്ങൾ, ഡയമീറ്റർ അല്ലേ. ഡയമീറ്ററിനെ ബേസ് ചെയ്ത് റിങ് റിവോൾവ് ചെയ്താലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് ഞാൻ പാരലൽ ആക്സിസ് തിയറം വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ച് I ഡയമീറ്റർ പ്ലസ് I ഡയമീറ്റർ ഈസിക്കൽ mr², 2I ഡയമീറ്റർ ഈസിക്കൽ mr², I ഡയമീറ്റർ ഈസിക്കൽ mr²/2 റിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ mr²/2 എന്തുകൊണ്ടാണ്? എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഡയമീറ്റർ ഓഫ് ദ റിംഗ്. ദെൻ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആളിലേക്ക് വരാം. ഇതാണ് ആക്സിസ്, ഇതാണ് 2. ഈ 2ഉം 3ഉം ഐഡൻറ്റിക്കലാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരാളെ കണ്ടുപിടിച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത ആളത് കിട്ടും. അപ്പം നമുക്ക് ഇയാളെ കൺസിഡർ ചെയ്യും. ഇയാളെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഏതാ ആക്സിസ്, റിവോൾവ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതല്ലേ. അത് ടാൻജൻ്റ് അല്ലേ, ടാൻജൻ്റ് ഇൻ ദ പ്ലെയിൻ അല്ലേ. ടാൻജൻ്റ് ഇൻ ദ പ്ലെയിൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്താ, ടാൻജൻ്റ് ഇൻ ദ പ്ലെയിൻ I2 ഈക്വൽ ടു രണ്ടാമത്തെ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഈ ആക്സിസിലായിരുന്നെങ്കിൽ നമുക്കറിയാം mr²/2, അതിന് പാരലായിട്ടുള്ള വേറെ ആക്സിസ് പ്ലസ് mr². അപ്പോൾ mr²/2 പ്ലസ് mr², 3/2 mr². ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാളെ കിട്ടി. പിന്നെ I3 എന്ത് തന്നെ വരും, I3 ഈസ് ഈക്വൽ ടു, അതായത് ഇയാൾക്ക് വരെ നമ്മൾ മൂന്നാമത്തെ ഇയാളെ എടുത്തു. ഇയാളെ ബേസ് ചെയ്ത് പറയുമ്പോൾ അതും ടാൻജൻ്റ് തന്നെയാണ്, ടാൻജൻ്റ് ഇൻ ദ പ്ലെയിൻ ആണ്. അപ്പോൾ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും 3/2 mr² വരുന്നു. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. പൈ ഈസ് ഈക്വൽ ടു 3/2 പ്ലസ് 3/2 3 mr². അപ്പോൾ 3 mr² പ്ലസ്, ശരിയല്ലേ, 3/2 പ്ലസ് 3/2
2 3 by 2 3 mr square plus 1 by 2 mr square. 3 plus half 3.5. 3.5 എന്ന് പറയുമ്പോൾ 7 by 2 അല്ലേ? യെസ്, ദ ആൻസർ 7 by 2 mr square. 7 by 2 mr square is the answer. ക്ലിയർ അല്ലേ? അപ്പോൾ 3 റിങ്ങുകളാണ്. 3 പേരുടെയും വേറെ വേറെ കണ്ടുപിടിക്കണം. എന്നിട്ട് നെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കിട്ടാൻ എന്ത് ചെയ്യണം? ചുമ്മാ ആഡ് ചെയ്യണം. അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് 1 + 2 + 3. ഇതിൽ ഒരെണ്ണം എബൌട്ട് ഡയമീറ്റർ ആണ്, ബാക്കി രണ്ടെണ്ണം എബൌട്ട് ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ ആണ്. ടാൻജൻറ്റ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ. സോളിഡ് സ്ഫിയറും ഹോളോ സ്ഫിയറും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് അറിയാം. എബൌട്ട് ഡയമീറ്റർ സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? 2 by 5 mr square. ഹോളോ സ്ഫിയറിനോ 2 by 3 mr square. ഇത് രണ്ടും നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. എന്താ പ്രോബ്ലം? 4 spheres each of mass m, radius r, placed with their centers on 4 corners ABCD of a square of side B. സ്ക്വയർ അതിൻ്റെ സൈഡ് ബി. അപ്പം നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്ക്വയർ വരച്ചു. ഓക്കെ. ഈ സൈഡ് തന്നിട്ടുണ്ട് ബി. സ്ക്വയർ ആണ്, 4 സൈഡ് ഈക്വൽ ആണ്. സ്ഫിയേഴ്സ് എ ആൻഡ് ബി ആർ ഹോളോ. അപ്പം നമുക്ക് പേര് കൊടുക്കാം. 4 സ്ഫിയറുകളുണ്ട്. ഏതൊക്കെയാണ്? എ ബി സി ഡി. എ ബി സി ഡി 4. എവിടെ വേണേൽ എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. എ ബി സി ഡി. അതിൽ എ എന്ന് പറയുമ്പോൾ എയും ബിയും ഹോളോ ആണ്. ഇത് ഹോളോ ആണ്, ഇതും ഹോളോ ആണ്. എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് ഇയാളെ എ എന്ന് എടുത്തു, ഇയാളെ ബി എന്ന് എടുത്തു, ഇയാളെ സി എന്ന് എടുത്തു, ഇയാളെ ഡി എന്ന് എടുത്തു. എ ആൻഡ് ബി ആർ ഹോളോ, സി ആൻഡ് ഡി ആർ സോളിഡ്സ്. അപ്പോൾ നമുക്കൊന്നങ്ങ് ഷെയ്ഡ് ചെയ്യാം. സോളിഡ്സ് ആയതുകൊണ്ട് അത് നമ്മൾ ഷെയ്ഡ് ചെയ്യും. ഓക്കെ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റം എബൌട്ട് സൈഡ് എ ഡി. എ ഡി ആണ് ആക്സിസ്. എ ഡി എവിടെയാണ് കിടക്കുന്നത്? എ ഡി എ ബി സി ഡി. അപ്പോൾ ഇതല്ലേ ആക്സിസ്? ഈ ആക്സിസിലാണ് കറങ്ങുന്നത്. അതും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഓരോരുത്തരുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നോക്കാം. ഫസ്റ്റ് വൺ എ അല്ലേ? ഐ എ ഈക്വൽ ഒരു ഐ എ എന്ന് പറയുമ്പോൾ അയാളൊരു ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയർ എബൌട്ട് ഡയമീറ്റർ അല്ലേ? ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ അത് ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്താൽ ഹോളോ സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാ? 2 by 3 mr square. ക്ലിയർ ആണല്ലോ? ആരുടെ? എയുടെ. ദെൻ ബിയിലേക്ക് പോവാം. ബി എന്ന് പറയുമ്പോൾ വേറൊരു ഹോളോ സ്ഫിയർ ആണ്. ക്ലിയർ അല്ലേ? മാസ് സെയിം ആണ് കേട്ടോ, രണ്ടുപേരുടെയും മാസ് സെയിം ആണ്. അപ്പോൾ അയാളുടെ എടുക്കുമ്പോൾ ഐ ബി ഈസ് ഈക്വൽ ടു യെസ്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ് ബോഡി. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ബി ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ 2 by 3 mr square പ്ലസ് എം ബി സ്ക്വയർ വേണം. എന്തിനാ പ്ലസ് എം ബി സ്ക്വയർ? പാരലൽ ആക്സിസ് തിയറം. അതായത് ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ ഇയാളുടെ ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് വേണ്ടത്. അത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ സെൻറ്റർ ഓഫ് മാസ്, അതായത് ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ആക്സസ്. പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ ബി എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ നിങ്ങൾ അവിടെ ഒരു പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. കാരണം ബി എന്ന് പറയുന്ന ആൾ കറങ്ങിയത് അയാളുടെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടല്ല. ഏതാണ് ആക്സിസ്? എ ഡി ആണ് ആക്സിസ്. അപ്പോൾ അത് ക്ലിയറായി. ഇനി നമുക്ക് സിയിലോട്ട് വരാം. ഐ സി എന്ന് പറയുമ്പോൾ അയാളൊരു സി ആൻഡ് ഡി ആർ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം മാസ് ആണ് കേട്ടോ. സി എന്ന് പറയുന്ന ആളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ ഡയമീറ്ററിൽ റിവോൾവ് ചെയ്തിരുന്നെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2 by 5 mr square ആണ്. പക്ഷേ അയാൾ കറങ്ങിയത് ഈ ആക്സിസിനെ ബേസ് ചെയ്തതുകൊണ്ട് അയാൾക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ അയാളുടെ നമുക്ക് 2 by 5 mr square പ്ലസ്
എം ബി സ്ക്വയർ. എന്തുകൊണ്ടാണ് 2/5 സോളിഡ് സ്ഫിയർ ആയതുകൊണ്ട്? എന്തിനാ എം ബി സ്ക്വയർ ആഡ് ചെയ്തത്? പാരലൽ ആക്സിസ് തിയറം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഐ ഡി പറയൂ. ഐ ഡി എന്ന് പറയുമ്പോൾ ഐ ഡി എന്ന് പറയുമ്പോൾ ഏതാ ആക്സിസ്? അയാളുടെ ആക്സിസ് തന്നെ. ഡി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ അയാളുടെ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 2/5 mr². അവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 2/3 രണ്ട് 2/3 ഉണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ കിട്ടാൻ 2 times 2/3 mr² ആണല്ലോ, പ്ലസ് അതുപോലെ 2/5 വരുന്ന രണ്ട് ടേം ഉണ്ട്. അപ്പോൾ 2 times 2/5 mr². ഇതാ എം ബി സ്ക്വയർ. അപ്പോൾ 2 MB² വരുന്നുണ്ട്. 2 MB². ഓക്കെ. അപ്പോൾ I = 4 mr² കോമൺ ആണല്ലേ. അപ്പോൾ 4 mr² ഇൻറ്റു അല്ലേ 2 × 2 4 mr² ഇൻറ്റു 1/3 പ്ലസ് 1/5 പ്ലസ് 2 MB². ഓക്കെ. I = 4 mr² ഇൻറ്റു LCM 15 അല്ലേ. ന്യൂമറേറ്ററിൽ 5 + 3 8 ആയി പ്ലസ് 2 MB². 5 + 3 8 8 × 4 32. So I = 32/15 mr² plus 2 times MB². ഏതാ ആൻസർ? നിങ്ങൾ പറയൂ, ഏതാ ആൻസർ? AB C അല്ലേ ആൻസർ? ഉണ്ടോ? ഇത് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ടൈപ്പാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെയൊക്കെ നിങ്ങൾ എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 4 സോളിഡ് സ്ഫിയർ എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. ഒരു JEE അഡ്വാൻസ്ഡിന് ഒരു 3 years ബാക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സോളിഡ് സ്ഫിയർ ആയിരുന്നു, 4 സോളിഡ് സ്ഫിയർ ആയിരുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ആക്സിസ് വരുന്നതെങ്കിൽ ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുമ്പോൾ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. ഇയാളുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുമ്പോഴും പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് ഹോളോ സ്ഫിയർ ആണോ സോളിഡ് സ്ഫിയർ ആണോ നോക്കണം. ഓക്കെ. പിന്നെ ആക്സിസ് ഏതാന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ ആക്സിസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞത് ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ആക്സിസ്. ചിലപ്പോൾ ഡയഗണൽ പറയാം. അതായത് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ 3 years ബാക്ക് അഡ്വാൻസ്ഡ് JEE അഡ്വാൻസ്ഡിന് ചോദിച്ചത് ഡയഗണലായിരുന്നു. പക്ഷെ അത് ഡയഗണൽ ചോദിച്ചാലും വെരി സിമ്പിളാണ്. 2 പേർക്ക് എബൌട്ട് ഡയമീറ്ററും 2 പേർക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ സോളിഡ് സ്ഫിയർ ഹോളോ സ്ഫിയറിനെ കുറിച്ച് നല്ല ക്ലിയർ പിക്ചർ വേണം കേട്ടോ. നോക്കൂ. എ റോഡ് റൊട്ടേറ്റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. ദെൻ radius of gyration about that axis. ഇതാ ഈ ആക്സിസിനെ ബേസ് ചെയ്ത് റിവോൾവ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. I = ml²/12 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ നമുക്ക് ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആക്സിസ് നിങ്ങൾ ചൂസ് ചെയ്തു. ആ ആക്സിസിനെ ബേസ് ചെയ്ത് ആര് റിവോൾവ് ചെയ്യുന്നു? ഹിയർസ് എ മാസ് പോയിൻ്റ്. അതായത് ഈ റോഡിൻ്റെ എൻറ്റയർ മാസ് നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് അസ്യൂം ചെയ്യൂ. എന്നിട്ട് അയാൾ ഒരു K ഡിസ്റ്റൻസ് അകലെയാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫൈനൈറ്റ് സെപ്പറേഷനിൽ റിവോൾവ് ചെയ്താലേ ഈ സിസ്റ്റത്തിൻ്റെ, അതായത് ഇക്വിവാലൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതിനെ, ആ ഇക്വിവാലൻറ്റ് സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആരോട് ഈക്വലാവും? ഒറിജിനൽ സിസ്റ്റത്തിനോട് ഈക്വലാവും. അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ I = നമുക്ക് എഴുതാം mk². രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യൂ. അപ്പോൾ mk² = ml²/12. m ക്യാൻസൽ ആവുന്നു. K = L/√12. നിങ്ങളുടെ ആൻസർ ഏതാണ്? B. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ L ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്മോൾ എല്ലിന് പകരം ക്യാപിറ്റൽ ലെറ്റർ L ഉപയോഗിച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? First of all, you find the moment of inertia of the rod about that given axis, that is ml²/12. And now you imagine the entire mass of the rod is concentrated there, and that mass is called mass point. The mass point is revolving at a particular distance from the axis of rotation. Given the moment of inertia about this axis is I = mk².
This is exactly same as that of this one. Then this distance k is called radius of gyration. ആരുടെ? റോഡിൻ്റെ. കേട്ടോ. അപ്പോൾ ആക്സിസ് പറയണം ഏത് ആക്സിസിനെ ബേസ് ചെയ്താണ് റിവോൾവ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ദാറ്റ് ആക്സിസ് പറയാൻ പറ്റുള്ളൂ. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ. ദെൻ നിങ്ങൾ ഓൾറെഡി പഠിച്ച 1-2 കേസുകൾ കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാ ഒരു വീലാണെന്ന് വിചാരിച്ചു, വീൽ, റിങ്, ഇതാ റിങ് ഇതാ ഇങ്ങനെയൊക്കെ പോകുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ റിങ് അങ്ങനെ റിവോൾവ് ചെയ്ത് പോകുമ്പോൾ ഈ ആക്സിസിനെ ബേസ് ചെയ്തല്ലേ റിവോൾവ് ചെയ്യുന്നത്. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാ? ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. നമുക്ക് ആ ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, I is equal to ആരായിരുന്നു? mr². ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് mr². ദെൻ അടുത്ത ടെക്നിക്ക് എന്താ അറിയോ? ഈ മാസ് ഉണ്ടല്ലോ, ഈ റിങ്ങിൻ്റെ മാസ് എല്ലാം കൂടെ ഇവിടെയാണ് നിങ്ങൾ വിചാരിച്ചോളൂ. പിന്നെ നമുക്ക് ആ പോയിന്റിനെ മാസ് പോയിന്റ് എന്ന് പറയാം. അതായത് റിങ്ങിൻ്റെ അതേ മാസ്. അയാൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ പോയി കറങ്ങി. ആ ഡിസ്റ്റൻസ് ഞാൻ k എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസിൽ അയാൾ റിവോൾവ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ ആണ് I ഈക്വൽ ടു mk². ഈ mk² mr² ഈക്വൽ ആണ്. mk² ആരോട് ഈക്വൽ ആണ്? mr². അങ്ങനെയാണെങ്കിൽ ദാറ്റ് k ഈസ് കാൾഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദാറ്റ് അറേഞ്ച്മെൻറ്റ്. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യൂ. അപ്പോൾ mr² ഈസ് ഈക്വൽ ടു mk² എന്ന് വരും. k²/r² ഈസ് ഈക്വൽ ടു 1 എന്ന് വരും റിങ്ങിന്. കേട്ടോ, റിങ് ആക്സിസ് കൂടെ പറയണേ. k²/r² ഈസ് ഈക്വൽ 1 ഫോർ റിങ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഹോളോ സിലിണ്ടർ ആയാലും സെയിം റിസൾട്ടാണ്. ഹോളോ സിലിണ്ടറിന് k²/r² 1. അപ്പോൾ k ഈസ് ഈക്വൽ r എന്ന് വരും. k ഈക്വൽ ടു r. അപ്പോൾ റിങ്ങിനും ഹോളോ സിലിണ്ടറിനും, റിങ്ങിൻ്റെ കേസിൽ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ദെൻ സിലിണ്ടർ ആണെങ്കിൽ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അബൌട്ട് ജോമെട്രിക്കൽ ആക്സിസ് k²/r² ഈസ് 1 ഓർ k ഈസ് ഈക്വൽ ടു r. ഈ k²/r² എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഈ ചാപ്റ്ററിനെ എൻഡിൽ കാണും എന്താണ് ഈ k²/r². മെക്കാനിക്സിൽ ദിസ് k²/r² ഈസ് ദ റേഷ്യോ ഓഫ് k²/r², റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. k²/r² ഈസ് ദ റേഷ്യോ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഈ വീൽ ഇങ്ങനെ റോൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിൽ നമ്മളതിനെ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞൊരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിൽ ബോഡി മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് അയാളുടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി റേഷ്യോ ആണ് k²/r². സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെക്കാനിക്സ്. ഓക്കെ. ദെൻ ഇതിന് പകരം ഇത് ഡിസ്ക് ആയിരുന്നെങ്കിലോ, ഡിസ്ക് ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അറിയാം ആ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ I ഈസ് ഈക്വൽ ടു mr²/2 എന്ന് വരും അല്ലേ. about an axis passing through center and perpendicular to its plane. Then general equation I is equal to mk² രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. k²/r² is equal to 1/2. k²/r² is equal to 1/2 for disk. ആക്സിസ് കൂടെ പറയണേ. ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ k is equal to r/√2 എന്ന് വരും അല്ലേ. r/√2. ഡിസ്കിന് മാത്രമല്ല, ഡിസ്കിനെ പോലെ തന്നെ സോളിഡ് സിലിണ്ടറിനും സെയിം റിസൾട്ടാണ്. ഡിസ്കിൻ്റെ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ എമൗട്ട് ജോമെട്രിക്കൽ ആക്സിസ് k is equal to r/√2. ഇനി ഇതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാം. റിവോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോളിഡ് സ്ഫിയർ ആണെന്ന് വിചാരിച്ചു. സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ I is equal to നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ 2/5 mr² എന്നാണ്. അതുപോലെ ജനറൽ ഇക്വേഷൻ mk² എന്ന് കൊടുത്തു. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ ഫൈനലി കിട്ടുന്ന റിസൾട്ട് എന്ന് പറയും നിങ്ങൾ 2/5 mr² ഈസ് ഈക്വൽ ടു mk². സോ k²/r² ഈസ് ഈക്വൽ ടു 2/5. സോ k ഈസ് ഈക്വൽ ടു r ഇൻറ്റു √2/5. ഒക്കെ സിമ്പിളാണ്. ആക്സിസ് ഏതിലൂടെ പാസ് ചെയ്യുന്നത്? ഒരു സോളിഡ് സ്ഫിയർ ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ എബൌട്ട് ഡയമീറ്റർ അല്ലേ കറങ്ങുന്നത്. സോ എബൌട്ട് ഡയമീറ്റർ k²/r² is 2/5 ഫോർ സോളിഡ് സ്ഫിയർ.
ഇതുപോലെ ഹോളോസ്ഫിയർ ആണെങ്കിൽ 2/3 വരും. ഞാൻ പറഞ്ഞു k²/r² ഈസ് ദ റേഷ്യോ ഓഫ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി വൈൽ ബോഡി മൂവിങ് വിത്ത് റോളിങ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, റിങ്ങിന് k²/r² ഞാൻ എത്രയെന്നാണ് പറഞ്ഞത്? 1 അല്ലേ? 50-50. റിങ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പകുതി എനർജി ട്രാൻസ്ലേഷൻ്റെ കയ്യിലും പകുതി എനർജി റൊട്ടേഷൻ്റെ കയ്യിലുമാണ്. എന്നാൽ സോളിഡ് സ്ഫിയറിന് അങ്ങനെയല്ല, 2/5 ആണ് റേഷ്യോ. അപ്പോൾ ബോഡി മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? k²/r² റേഷ്യോ മാറും. അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് k²/r²ൻ്റെ വാല്യൂ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻഡിൽ നമ്മൾ റോളിംഗ് മോഷൻ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് തരും. ജസ്റ്റ് മെമ്മറിയിൽ വെക്കുക എങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭാഗം ഡിസ്കസ് ചെയ്തത് കേട്ടല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിലോട്ട് പോകും. ഓൾമോസ്റ്റ് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുമായി ബേസ് ചെയ്തിട്ടുള്ളതെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കോൺസെപ്റ്റുകൾ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്റർ തറവായിട്ട് വായിച്ചിട്ടുണ്ടാവണം. അതിൽ v = u + at. നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ω = ω0 + α t. ac = ut + half a d². ഇവിടെ ആംഗിൾ θ = ω0t + half × α × d². ലീനിയർ മോഷനിൽ v² = u² + 2as. ഇവിടെ ω² = ω02 + 2 × α × θ. പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾ 1 ഡയമെൻഷണൽ മോഷനിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഇക്വേഷൻസ് ഓർമ്മയുണ്ടോ? അതേ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ആംഗുലാർ ക്വാണ്ടിറ്റീസ് ആയിരിക്കുന്നു മാത്രം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് 1 ഡയമെൻഷൻ നന്നായി വായിച്ചിട്ട് വരണം. താങ്ക്